വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ ഇന്ന് നടന്ന സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നതും ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ആദിമ മനുഷ്യൻ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. എ ചോദ്യം, ആദിമ മനുഷ്യരുടെ സവിശേഷതകളും വിഭാഗങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. അവയെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് സസ്തനികളിൽ ഒരു വിഭാഗം എന്നാണ് പറയുന്നത്. അതേതാണ്? പ്രൈമേറ്റുകളാണ്. ഓക്കെ, ഒന്നാമത്തേത് പ്രൈമേറ്റുകളാണ്. ഇരുകാലിലെ നടത്തം അതാരാണ്? ഹോമിനിഡുകളാണ് അല്ലേ. അപ്പോൾ താഴത്തേതാണ് ഹോമിനിഡുകൾ എന്ന് പറയുന്നത്. ഉപകരണ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഹോമോ ഹാപ്പിലിസ് ആണ്. ഹോമോ ഹാപ്പിലിസ്. ബുദ്ധിയുള്ള മനുഷ്യൻ ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഈ രീതിയിലാണ് വരേണ്ടത്. 1, 2, 3, 4. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായി കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ് അങ്ങനെ ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ആരാണ്? നമ്മുടെ ചാൾസ് ഡാർവിൻ ആണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്, ചാൾസ്. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യത്തിന് 2A 2B എന്നീ ഭാഗങ്ങളുണ്ട്. 2A 2B എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് പൂർണ്ണമായിട്ടും എഴുതേണ്ടത്. 2A എന്ന് പറയുന്നത് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത് നദീതീരങ്ങളിൽ ആണ്. ഓക്കെ, ഇതിലെ എ ചോദ്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഹോമോസാപ്പിയൻസ് സംസ്കാരത്തെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? എവിടെയാണ്? നദി. അതിൻ്റെ നദി ഏതായിരുന്നു എന്നുള്ളത് എഴുതണം. യൂഫ്രട്ടീസ്, അതുപോലെ തന്നെ ടൈഗ്രീസ് നദികളാണ്. ഓക്കെ, ഏത് നദികളുടെ തീരത്തായിരുന്നു? യൂഫ്രട്ടീസ്, അതുപോലെ തന്നെ ടൈഗ്രീസ്. ഇനി അവിടുത്തെ ലിപി ഏതായിരുന്നു? ക്യൂണിഫോം ആണല്ലേ. ഏതാണ്? ക്യൂണിഫോം. ഇനി വ്യത്യസ്ത സംസ്കാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? സുമേറിയൻ ആയിരുന്നു. സുമേറിയൻ, ബാസിലോണ തുടങ്ങിയ സംസ്കാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി പ്രധാനപ്പെട്ട സംഭാവനകളൂടെ എഴുതി കഴിഞ്ഞാൽ ഇത് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിലാവും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഇനി ബി ചോദ്യം, നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, അതിൻ്റെ കാരണം ചരിത്ര സ്മാരകങ്ങൾ കാലത്തെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്നവയാണ്. അതുകൊണ്ട് അവ സംരക്ഷിക്കപ്പെടണം എന്നാണ് പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏതാണ്? രണ്ടും ശരിയാണ് അല്ലേ. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടത് അത് പഴയ കാലത്തെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പ്രസ്താവനയും കാരണവും ശരിയെന്നുള്ള ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് 2B കൊടുത്തിട്ടുണ്ട്. നൈലിൻ്റെ ദാനം എന്നാണ് ഈജിപ്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും കുറിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് എവിടെയാണ്? നൈൽ നദിയുടെ തീരത്താണ് ഈ ഒരു സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നൈൽ നദിയുടെ തീരത്താണ്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട ശാസ്ത്ര നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സങ്കലനവും അതുപോലെ തന്നെ സൗരയൂഥത്തെക്കുറിച്ചുള്ള അതൊക്കെ മനസ്സിലാക്കിയത് എന്നായിരുന്നു? ഈ ഒരു സമയത്ത് ആയിരുന്നു. മാത്രമല്ല അവിടുത്തെ ജീവിത രീതി എങ്ങനെയുള്ളതായിരുന്നു? അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത് അല്ലേ. ഇപ്പോൾ നഗരങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ അങ്ങാടികൾ അത്തരത്തിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ലിപി എന്ന് പറയുന്നത് ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ് അല്ലേ. ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ് ഇതിൻ്റെ ലിപി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് വേണം നിങ്ങളൊരു കുറിപ്പായിട്ട് എഴുതാൻ. ബി ചോദ്യം, നൽകിയിരിക്കുന്നവയിൽ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധമില്ലാത്ത പദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഫറവോ, പിരമിഡ്, മമ്മി, സിഗ്റാത്തുകൾ എന്നുള്ളതാണ്. ഓക്കെ, സിഗ്റാത്തുകൾ ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്തത് മൂന്നാമത്തതാണ്. വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു ആദ്യകാല സാമ്രാജ്യങ്ങൾ എന്ന് പറയുന്നത്. നൽകിയിരിക്കുന്ന പട്ടിക ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ ഗ്രീസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? പോളിസ് എന്നുള്ളതാണ് ഗ്രീസുമായിട്ട് ബന്ധപ്പെട്ടത്. 1 എന്ന് പറയുന്നത് ബി ആണ്. അടുത്തത് പേർഷ്യൻ സംവിധാനവുമായി ബന്ധപ്പെട്ടത് സത്രബി എന്നുള്ളതാണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് എ ആണ്. റോമൻ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടത് പ്രിൻസിപ്പേറ്റ് ആണ്. 3 എന്ന് പറയുന്നത് ഡി ആണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് മഹാജനപദാസ് ആണ്. 4 എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? 1 ബി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് ഉള്ളത്. ഇനി
അടുത്ത ചോദ്യം നോക്കാം. നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്നും ജൈനമതം, ബുദ്ധമതം എന്നിവയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ഈ ജീവനുണ്ട് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി സത്യസന്ധത പുലർത്തുക എന്ന് പറയുന്നുണ്ട് അല്ലേ, അതെന്താണ്? അത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. ത്രിരത്നങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളുടെ പട്ടിക പൂർത്തിയാക്കാനാണ് അടുത്തതായിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അക്ഷാംശ രേഖകൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഒന്ന് ഭൂമധ്യ രേഖയാണ്, 0 ഡിഗ്രിയിലാണ്. ഇനി ഉത്തരായന രേഖ എന്ന് പറയുന്നത് എവിടെയാണ്? 23.5 ഡിഗ്രി വടക്കാണ് അല്ലേ, വടക്കാണ്. ഇനി 23.5 ഡിഗ്രി തെക്കിൽ വരുന്നത് ഏതാണ്? ദക്ഷിണായന രേഖയാണ്, ദക്ഷിണായന രേഖ. ഇനി ആർട്ടിക് വൃത്തം വരുന്നത് 66.5 ഡിഗ്രി വടക്കാണ്, വടക്കാണ്. ഇനി 66 ഡിഗ്രി തെക്കിൽ വരുന്നത് ഏതാണ്? 66 ഡിഗ്രി തെക്കിൽ വരുന്നത് അന്റാർട്ടിക് വൃത്തമാണ്. ഓക്കെ, അന്റാർട്ടിക്. അന്റാർട്ടിക് വൃത്തം. ഇനി ബി ചോദ്യം. ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം അല്പം തള്ളിയതും കാണപ്പെടുന്ന ഭൂമിയുടെ ആകൃതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ജിയോയിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജിയോയിഡ്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അഞ്ചാമത്തത് ജനാധിപത്യത്തിൻ്റെ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരമായിട്ടുള്ള ഏതൻസിലാണെന്നാണ് പറയുന്നത്. ഇനി ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തായിരുന്നു? അവിടുത്തെ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു ഈ വോട്ട് ചെയ്യാനുള്ള, അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കായിരുന്നു അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശം. മാത്രമല്ല സ്ത്രീകൾക്കും അതുപോലെ തന്നെ അടിമകൾക്കും ഒന്നും അവകാശം ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. ഇനി ബി ചോദ്യമാണ്. ഗ്രീക്ക് തത്വചിന്തകരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലിനെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. പ്ലേറ്റോ അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ പ്ലേറ്റോയുടെ പ്രധാന കൃതിയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ അക്കാദമിക്കിലെ വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യത്തിന് 6A 6B എന്നീ ഭാഗങ്ങളുണ്ട്. 6A 6B എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് പൂർണ്ണമായിട്ടും ഉത്തരം എഴുതേണ്ടത്. ഇതിലെ 6A BCE 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായിരുന്നു മഗധ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ ചോദ്യം. ഒരു മഹാജനപദം എന്ന നിലയിൽ മഗധയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങൾ വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പം മഗധ എന്ന് പറയുന്നത് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരുന്നു. മാത്രമല്ല അവിടെ എന്താണ്? കാട് നിബിഡമായിട്ടുള്ള പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധം ചെയ്യാനും മറ്റുമൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അത് മാത്രമല്ല അവർക്ക് എന്താണ്? നല്ല രീതിയിലുള്ള സൈനിക അവർക്കുണ്ടായിരുന്നു, സൈന്യബലം അവർക്ക് ഉണ്ടായിരുന്നു. ഇനി നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവന മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ പ്രധാന ഘടകം ചില നദികളുടെ സാമീപ്യമാണ്. അത് ശരിയാണ്. കാരണം ഗംഗയുടെയും പോഷക നദിയുടെയും സാമീപ്യത്തിൻ്റെ വളർച്ച തന്നെയാണ്. അതും ശരിയാണ്. അപ്പോൾ അവിടെ എന്താണ്? ഓപ്ഷന് പ്രസ്താവനയും കാരണവും ശരി എന്നുള്ള എ ആണ് അവിടെ ശരിയായിട്ട് വരേണ്ടത്. ഇനി 6B ആണ്. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ് വലിയ പങ്കാണ് വഹിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഗവൺമെൻറ് എന്താണ്? ജനങ്ങളുടെ സ്വത്തിനും അതുപോലെ തന്നെ ബാക്കിയുള്ളതിനുമൊക്കെ എന്താണ് ഒരു അതിന് എല്ലാം നോക്കി നടത്താൻ ജുഡീഷ്യറിയുടെ കീഴിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനും അവർക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങളുള്ളതെന്ന് മനസ്സിലാക്കാനും അതൊക്കെ ചെയ്തു കൊടുക്കാനും ഒരു രാജ്യത്തിൻ്റെ എല്ലാ സാമ്പത്തികവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റു രാജ്യങ്ങളോടുള്ള ഇടപെടലും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് ആരാണ്? ഗവൺമെൻറ് തന്നെയായിരുന്നു. ഇനി ബി ചോദ്യം. നൽകിയിരിക്കുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഏകാധിപത്യം, പരമാധികാരം. ഏതാണ്? ഏകാധിപത്യം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഏകാധിപത്യം എന്നുള്ളത്. അപ്പോൾ ഇത്രയുമായിരുന്നു ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നാളെ മാത്സ് എക്സാം ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.